ആരൊക്കെ തലകുത്തി നിന്നാലും രേണുസുതി തന്നെയാണ്. 3 വലിയ വിവാദങ്ങളാണ് ഈ മാസം 2026 മാർച്ചിൽ തന്നെ വന്നത്. ഇൻസ്റ്റഗ്രാമിലെ പുതിയ ഫീച്ചറായ സബ്സ്ക്രിപ്ഷൻ രേണുസുതി ആരംഭിച്ചതാണ് ഇതിൽ ഏറ്റവും പുതിയ വിഷയം. തുടക്കത്തിൽ വെറും 45 രൂപയ്ക്ക് ആരംഭിച്ച സബ്സ്ക്രിപ്ഷൻ വളരെ വേഗം 100 കണക്കിന് ആളുകൾ എടുക്കുകയും അഹാന കൃഷ്ണയെ പോലുള്ള മറ്റ് സെലിബ്രിറ്റികളെക്കാൾ വേഗത്തിൽ അവർ സബ്സ്ക്രൈബേഴ്സിനെ നേടുകയും ചെയ്തു. വെറും 6 ദിവസങ്ങൾക്കുള്ളിൽ ഏകദേശം 1.5 ലക്ഷത്തിന് മേലിൽ സമ്പാദിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. പിന്നീട് അവർ സബ്സ്ക്രിപ്ഷൻ തുക 150 രൂപയായി ഉയർത്തി. ഭർത്താവിൻ്റെ പേരുപയോഗിച്ച് പണമുണ്ടാക്കുന്നു എന്നാരോപിച്ച് വലിയ വിമർശനങ്ങളാണ് ഇതിനെതിരെ ഉയർന്നത്. എന്നാൽ വിമർശകർക്ക് അവരുടെ ജോലി തുടരാമെന്നും സ്വന്തം ഉപജീവനത്തിനായി ചെയ്യുന്ന ഇതിനെ ഒരു തെറ്റായി താൻ കാണുന്നില്ലെന്നുമാണ് രേണു ഇതിന് നൽകിയ മറുപടി. ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷേ എൻ്റെ തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷേ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ എക്സ്ക്ലൂസീവ് വിവാദം പ്രൊഫൈൽ ചിത്രം അതായത് DP മാറ്റിയതും വിവാഹ സർട്ടിഫിക്കറ്റ് അബദ്ധവും. ഇൻസ്റ്റഗ്രാമിലെ ബ്ലൂടൂത്ത് വെരിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് രേണു തൻ്റെ പ്രൊഫൈൽ ചിത്രത്തിൽ നിന്നും അന്തരിച്ച ഭർത്താവ് കൊല്ലം സുധിയുടെ ഫോട്ടോ മാറ്റിയത്. വലിയ സൈബർ ആക്രമണങ്ങൾക്ക് കാരണമായിരുന്നു. സുധിയുടെ പേര് ഇൻസ്റ്റഗ്രാമിൽ നിന്നും മാറ്റാൻ ചിലർ ആവശ്യപ്പെട്ടപ്പോൾ തനിക്ക് ആ പേര് ഉപയോഗിക്കാൻ അവകാശമുണ്ടെന്നും കാണിച്ച് അവർ സ്വന്തം വിവാഹ സർട്ടിഫിക്കറ്റ് ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചു. എന്നാൽ ഈ വീഡിയോയിൽ സുധിയുടെ ഔദ്യോഗിക പേര് വായിച്ചപ്പോൾ ബ്രൈഡ് എന്നും സ്വന്തം പേരിനൊപ്പം ഗ്രൂം എന്നും അവർ പറഞ്ഞത് മാറിപ്പോയി. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾക്ക് വഴിവെച്ചു. അതുപോലെ ബ്രൈഡ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ് ഇതാണ്ട് ബ്രൈഡ് ഗ്രൂം രേണുസുതി എന്നല്ല, രേഷ്മ പി തങ്കച്ചൻ എൻ്റെ ഒറിജിനൽ നെയിം. ഓക്കെ, എൻ്റെ ഒഫീഷ്യൽ നെയിം രേഷ്മ പി തങ്കച്ചൻ. അപ്പം ഇത് കാണിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റാണ് ഇത് ഞങ്ങളുടെ, മനസ്സിലായോ? അപ്പം എനിക്ക് എന്തുകൊണ്ടും അവകാശമുണ്ട് സുധിച്ചേട്ടൻ്റെ പേര് പറയാൻ. ഇപ്പോഴും കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫാണ് ഞാൻ. സോ രേഷ്മ പി തങ്കച്ചൻ എന്ന രേണുസുതിക്ക് എന്നും, അതായത് സുധിച്ചേട്ടൻ്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലം ഇതിനും അവർക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. എന്നെ വിമർശിക്കുന്ന വ്ളോഗർമാർക്ക് ഒരു ദിവസമെങ്കിലും കഞ്ഞി കുടിക്കാൻ ഞാൻ ഇട്ടുകൊടുത്തതാണ് ഈ അബദ്ധമെന്നും വധുവും വരനും എന്താണെന്ന് തിരിച്ചറിയാനുള്ള വിദ്യാഭ്യാസം എനിക്കുണ്ട് എന്നായിരുന്നു പരിഹാസരൂപേണ അവർ പ്രതികരിച്ചത്. മൂന്നാമത്തെ വിഷയം ഡാൻസ് റീൽസ് കമൻറ്റ് ബോക്സ് പൂട്ടിയതും. തമിഴ് ഗാനമായ രാങ്കി രാങ്കം എന്ന പാട്ടിന് ചുവടുവെച്ചുകൊണ്ട് അടുത്തിടെ രേണു ഒരു ഡാൻസ് പുറത്തിറക്കിയിരുന്നു. ആ വീഡിയോ പെട്ടെന്ന് വൈറലായെങ്കിലും സ്ഥിരമായി ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങളും അസഭ്യ കമൻറ്റുകളും ഒഴിവാക്കാനായി അവർ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് പൂർണ്ണമായി ഓഫ് ചെയ്ത് വെച്ചു. ഇതും സോഷ്യൽ മീഡിയ വാർത്തകൾ ഇടം പിടിച്ചു. അതോടൊപ്പം മലയാളം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളൊന്നാണ് രേണുസുതിയുടെ ഗൾഫ് ടൂർ. ആദ്യത്തെ ദുബായ് യാത്ര പാപ്പിലോൺ എന്നു പേരുള്ള ഒരു ഫാമിലി ബാർ ആൻഡ് റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയായിരുന്നു. റെസ്റ്റോറൻറ്റിൽ അവർ ഒരു ഡാൻസ് ചെയ്യുന്ന വീഡിയോ വൈറൽ ആയതോടുകൂടി വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കിന് അവർ ഇരയായി. രേണു ഒരു ബാർ ഡാൻസറായി ജോലി ചെയ്യുകയാണെന്നും ആരോപിച്ച് ട്രോളർമാർ കമൻറ്റുകളിലൂടെ അവരെ പരിഹസിച്ചു. ദുബായിൽ മദ്യപിച്ച് ലക്കുകെട്ട് നടുറോഡിൽ കിടന്ന അവരെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന രീതിയിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിച്ചതോടെ താൻ അറസ്റ്റിലായിട്ടില്ലെന്നും ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അഭിമാനത്തോടെ പ്രൊമോഷൻ ജോലിക്ക് മാത്രമാണ് താൻ അവിടെ പോയതെന്ന് വ്യക്തമാക്കി രേണു തന്നെ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. ചുരുക്കത്തിൽ ഇൻസ്റ്റഗ്രാമിലെ അവരുടെ പുതിയ തീരുമാനങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിനെല്ലാം അവർ വളരെ ബോൾഡായി തന്നെ മറുപടി നൽകുന്നുണ്ട്. കീപ് ഗോയിങ് രേണുസുതി. ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.